നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ 2026 ഫെബ്രുവരി പ്രഥമ ഹിന്ദി പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസറുമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു മോഡൽ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസിൻ്റെ മോഡലൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ടിൽ നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ എഴുതുമ്പോഴും ഹാൻഡ് റൈറ്റിംഗ് കറക്റ്റായിരിക്കണം. നല്ല വ്യക്തമായി തന്നെ എഴുതുക. ദീർഘങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ മാർക്കുകൾ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു പേപ്പർ തരും. പേപ്പറിൽ ഒരു കോളം കാണും. ആ കോളത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ നമ്പർ വേണം അതിൽ എഴുതേണ്ടത്. സ്കൂളിൻ്റെ പേര്, നിങ്ങൾ എവിടെയാണോ എക്സാം എഴുതുന്നത് അവിടെയാണ് എക്സാമിൻ്റെ പേര്. നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരൊന്നും എഴുതേണ്ട. അതായത് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരൊന്നും അവിടെ എഴുതേണ്ട. നിങ്ങൾ പരീക്ഷ എഴുതുന്ന സെൻറ്ററിൻ്റെ പേര് വേണം എഴുതേണ്ടത്. ഓക്കെ, പിന്നെ പരീക്ഷ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിച്ച് നമ്പറൊക്കെ കറക്റ്റ് തന്നെ എഴുതുക. നമുക്ക് തോന്നിയ നമ്പറൊക്കെ ഇടുകയാണെങ്കിൽ മാർക്കൊക്കെ പോകും. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മാർക്കുകൾ ക്വസ്റ്റ്യൻ നമ്പറുകൾ ഇടുക. പിന്നെ ചെയ്യേണ്ടത് ഫസ്റ്റ് പേപ്പർ തരുമ്പോൾ അത് തീർന്നു പോകണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, അഡീഷണൽ പേപ്പറിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പരീക്ഷ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇപ്പോൾ പ്രഥമാന്ന് കൊടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താലികാക്കെ അക്ഷരമൊക്കെ ആധാർ പർ 5 ശബ്ദ ബനായേ. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളവുമായി ബന്ധപ്പെട്ട് 5 വാക്കുകൾ കണ്ടെത്തുക. അപ്പോൾ ചിലതിൽ നേരെ കൊടുത്തിരിക്കും. ഇപ്പോൾ ഇവിടെ നേരെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വായിക്കുമ്പോൾ കിട്ടും. ദൂക്കാനുണ്ട്. അടുത്തെന്ത്, സടക്ക്. അപ്പോൾ ദൂക്കാൻ എന്താ, കട. സടക്ക് റോഡ്. കമൽ എന്താണ്, താമര. അടുത്ത് ആമുണ്ട്. പിന്നെന്തുണ്ട്, നല്ല് പൈപ്പ്. ലടുക്കി പെൺകുട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ 5 എണ്ണം കിട്ടി. അടുത്ത റോമിറ്റ് 2 എന്ന് കൊടുക്കുക. ഈ 2 തന്നെ കൊടുക്കുക. അടുത്ത് ശുദ്ധവർത്തിനി, വിദ്യാർത്ഥിനി. അതിലേതാ ശരി, വിദ്യാർത്ഥിനി ഇതാണ് ശരി. അപ്പോൾ ഹൈഫണൊക്കെ ശ്രദ്ധിച്ചിടുക. ഇവിടെ ഥായ്ക്ക് പകുതിയെ വരച്ചിട്ടുള്ളൂ. വിദ്യാർത്ഥിനി അതുപോലെ എഴുതുക, അല്ലെങ്കിൽ മാർക്ക് പോകും. 7th, കിസാൻക്ക് കിത്തനയിൽ എടുക്കത്തെ. കൃഷിക്കാരന് എത്ര മക്കളുണ്ടായിരുന്നു, 3 ലടുക്കെ. 8, ചുഞ്ചലാനി സി ശരീരോ മൻ ദേശോ ജാത്താ ഹെ. പിരിമുറുക്കം വരുമ്പോൾ ശരീരം എന്താ, എപ്പോഴും ഇങ്ങനെ ദേഷ്യവും എപ്പോഴും പിടിവാശിയൊക്കെ കാണിച്ചാൽ ശരീരം എന്തായിത്തീരുന്നു, കംസോർ, മെലിഞ്ഞു പോകുന്നു, കംസോർ. മേൻ തും പർ പ്രസന്ന ഹോ ഐസാ കോൺ കിസ്സേ കാത്ത ഹെ. ഞാൻ നിങ്ങളിൽ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്, ഇന്ദ്രദേവൻ എന്ത് ചെയ്തോ, വേഷം മാറി രാജാ ഷിബിയെ പരീക്ഷിക്കാൻ വേണ്ടി വന്നിരുന്നു. ഷിബി എന്തായിരുന്നു, ഷിബി മഹാരാജാവ് എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. 10ാമത്തത്, കേരള ഹിന്ദി പ്രചാര സഭയ്ക്ക് സംസ്ഥാപക് കോൺതെ. ആരായിരുന്നു കേരള ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചത്, ആരാ, സ്വർഗീയ കെ വാസുദേവൻ പിള്ളെ. എന്താണ് സ്വർഗീയ, മരിച്ചു പോയുമ്പോഴാണ് നമ്മൾ സ്വർഗീയ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗീയ കെ വാസുദേവൻ പിള്ളെ. അപ്പോൾ ആ സാറാണ് കേരളത്തിൽ ഹിന്ദി കൊണ്ടുവന്നത്. പ്രോമിറ്റം 3 ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിഹ്നങ്ങൾ നോക്കി അതേ സെയിം ആയിട്ടുള്ള വാക്കുകൾ കണ്ടെത്തുക. 11ാമത്തത് ഖാന. അപ്പോൾ അതേപോലെ വരുന്ന വാക്ക് കണ്ടെത്തുക. ഖാന പീന. ഖാന പാന. അടുത്ത് ഔരത്ത്, ഔല് വരുന്ന വാക്ക് ഏതായാലും വരുന്നത് ഔ എന്ന് പറയുമ്പോൾ മൗന് വരാം. ദൂക്കാൻ ഊ. അപ്പോൾ പൂ, കുച്ച്. കേല് ഖേ. അപ്പോൾ ഖേത്ത്. കിസാന് കി. അപ്പോൾ ഏതാ വരുന്നത്, കിത്തന. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഈ കോളത്തിൽ നിന്ന് നോക്കി കണ്ടെത്തുക. അടുത്ത റോമറ്റർ 4, 16ാമത്തതാണ്. ഓപ്പോസിറ്റാണ് അച്ചയുടെ ഓപ്പോസിറ്റ് ബുര. അച്ച നല്ലത്, ബുര ചീത്ത. ബെഡ ചോട്ട, ചെറുത് വലുത്. മോട്ട പത്തല, വണ്ണമുള്ളതും വണ്ണമില്ലാത്തത്. കം സ്യാദ, കം കുറവ്, സ്യാദ കൂടുതൽ. അടുത്തത് 17ആണ്. ലടുക്കിയുടെ ബഹുവചനം ലടുക്കിയ. വള്ളി ഇടുമ്പോൾ ഇടതന്നെ കൊടുക്കുക. നദിയ. കുർസിയ. ആദത്തെ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ആൻസർ വായിച്ചു പോവാം. ആൻസറിൻ്റെ വേറൊരു നോട്ടുകൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് മോഡൽ ആദ്യം പറഞ്ഞു പോവാം. അടുത്ത 18ാമത്തത് ലിംഗാണ്. ബച്ച പുല്ലിംഗം. ദാദ പുല്ലിംഗം. പൂവടിക്ക് 2 കുത്തു കൊടുക്കുക. അടുത്ത് സഖ പുല്ലിംഗം. ഘോട എന്താണ്, പുല്ലിംഗം. അടുത്ത് വരുന്നത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. ഛാത്ര ഹിന്ദി സീഖ് രഹേ. കുട്ടി ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഛാത്ര ക്യാ സീഖ് രഹേ ഹെ. എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് മഹാഭാരത, മറ്റേ അഭിമന്യുവിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ അഭിമന്യുവിൻ്റെ ചാപ്റ്റർ ഏകദാമ്യം ബെൽ, പിന്നെ സന്തോഷ് കാ ഫല്, വീർ അഭിമന്യു. അപ്പോൾ അങ്ങനത്തെ ഒരു 4-5 ചാപ്റ്റർ ഉണ്ട്. അതൊക്കെ ഫസ്റ്റ് പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു വയ്ക്കുക. ആദ്യത്തെ പാരഗ്രാഫ് ആയിരിക്കും പരീക്ഷയ്ക്ക് ഇതുപോലെ ഓർഡർ
ക്രമബദ്ധ എഴുതാൻ ചോദിക്കുന്നത്. ഓർഡർ തെറ്റിച്ചിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാനും. പിന്നെ അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കും. പിന്നെ വേറൊരു മോഡൽ പാരഗ്രാഫ് തന്നിട്ട് താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിൽ നോക്കി കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനെ 3 മോഡലാണ് കഥാമാലികയിൽ ചോദിക്കുന്നത്. അപ്പോൾ കഥാമാലികയിൽ ഒരു 6 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. സന്തോഷ് കാ ഫൽ, മെഹനത്ത് കാ ഫൽ, ഏകതാ മേ ബൽ, വീർ അഭിമന്യു, ധർമ്മ, 9-ാമത്തെയും 10-ാമത്തെയും ചാപ്റ്റർ. ഓക്കെ, അടുത്ത് വരുന്നത് അപ്പോൾ ഇതിൽ ആൻസറായിട്ട് വരുന്നത് 2-ാമത്തതാണ് 1 വരുന്നത്. അഭിമന്യു അപ്പനെ പിതാ തഥാ മാമാക്കി തര വീർത്ത. അത് ആൻസർ പിന്നെ വായിക്കാമേ. ഓക്കെ, അടുത്ത് 6-ാമത്തേൽ കിൻഹി 7 പ്രശ്നമൊക്കെ ഉത്തരം ലിഖിക്കുക. ഏതെങ്കിലും 7 ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കുക. കിസാൻ കെ ബേട്ടെ കൈസേത്തെ, കൃഷിക്കാരൻ്റെ മക്കൾ എങ്ങനെയായിരുന്നു? കിസാൻ കെ ബേട്ടെ ആലസി ഓർ നിക്കമ്മേത്തെ, മടിയനും ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. ദുബല ഹോഗയ കോൺ, മെലിഞ്ഞു പോയി ആരാണ് ലടുക്ക. തന്ദുരുസ്തി കെ ലിയെ ക്യാ ബുരാ ഹെ, ആരോഗ്യത്തിന് എന്താണ് ഹാനികരം? ഗുഡ്. ഇപ്പോൾ ഇവിടെ 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 7 എഴുതിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏത് ക്വസ്റ്റ്യനാണ് എഴുതുന്നത് ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ തന്നെ ഇവിടെ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് 1 അറിയാം, 2 അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ 1 എഴുതുക. അടുത്ത് 3 അറിയെങ്കിൽ 3 കൊടുക്കുക. അങ്ങനെ ഏതാണോ എഴുതേണ്ടത് ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, 7 എഴുതിയാൽ മതി. ഇനി 10 അറിയാമെന്നുണ്ടെങ്കിൽ 10 എഴുതിയെന്ന് വയ്ക്കേണ്ട, മാർക്ക് കിട്ടൂല. 7 മാർക്ക് കിട്ടുള്ളൂ. ചോട്ടാ ലടുക്ക ഉസ് സമയ ക്യാ കർത്താ താ, കൊച്ചുകുട്ടി അവിടെ എന്ത് ചെയ്യുന്നു? ഉസ് സമയ ഖേൽ രഹാ താ. സബേരെ ഉടുക്കർ ക്യാ കർനാ ചാഹിയെ, 5-ാമത്തത് രാവിലെ എണീറ്റ് എന്ത് ചെയ്യണം? സബേരെ ഉടുക്കർ ഹാത്ത് ഓർ മുഹ് ധോനാ ചാഹിയെ. 6-ാമത്തത് കബൂത്തർ കാ പീച്ച കർത്താ ഹുവ കോൻ ആതാ ഹെ, പ്രാവിനെ പിന്തുടർന്നുകൊണ്ട് ആര് വരുന്നു? ബാജ്. കേരള ഹിന്ദി പ്രചാര സഭ കാ നാം കബ് രഖ് ഗയ, കേരള ഹിന്ദി പ്രചാര സഭയുടെ പേര് വെച്ചത് എന്നാണ്? 1961. അപ്പോൾ എന്ത് പറയും? 1961. വാസുദേവൻ പിള്ളേജിക്ക് മാതാപിതാ കോൺതെ, വാസുദേവൻ പിള്ളേജിയുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? മാതാവിൻ്റെ പേര് ഭാർഗവി അമ്മ, പിതാവിൻ്റെ പേര് കുമാരപിള്ള, ഭാര്യയുടെ പേരാണെങ്കിൽ സരോജിനി അമ്മ. ബാജ് കിസ്കാ രൂപിലേത്താ ഹെ, ബാജ് ആരുടെ രൂപമാണ് എടുത്തത്? ഇന്ദ്ര. ഗർക്കി രാജദുലാരി കോൺ ഹെ, വീട്ടിൻ്റെ ഓമന ആരാണ്? ഗായ്. 7-ാമത്തത് 11, 12, 13, 14, 15, 16, 17 അത് എഴുതാനാണ്. അടുത്ത അക്ഷരമേ ലിഖിയെ 3:30 പറയുന്നത് 3:30. ഇപ്പോൾ 4 4:4, 4:5 ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം 4 ചേർത്ത് പറയുക. അടുത്ത കാലാണെങ്കിൽ പാവ്, 1 4 സവ. ഇവിടെ കൊടുത്തിരിക്കുന്നത് 4:15, അപ്പോൾ സവ ചേർത്ത് പറയുക. അപ്പോൾ കാലാണെങ്കിൽ സവ ചേർത്ത് പറയുക. അരയാണെങ്കിൽ സാഡ്. 2:30 ഠായി. അടുത്ത് വരുന്നത് മഹീനോക്ക നാം ജോഡ്കർ അക്ഷരമേ ലിഖിയെ. 9 പറഞ്ഞത് നവ്, 3-ാമത്തെ മാസം മാർച്ച്. ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 2024 2024. ഇപ്പം പരീക്ഷ വരുന്നത് 8/8/2026. അപ്പോൾ 8-ന് 8. 8-ാമത്തെ മാസം ഓഗസ്റ്റ്. 2026 2026. അടുത്ത് പഠിനെ और बोलने का अच्छा ढंग क्या है? हाथी ने क्या किया? രാമകൃഷ്ണ പരമഹംസനെ ലड़के को पास बुलाकर क्या कहा? അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെസ്റ്റ് നോക്കി പഠിക്കുക കേട്ടോ. അടുത്ത് വരുന്നത് പദ്യമാണ്. 4 വരി പദ്യം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മലയാളം. ഖാന പീന മൗജുഡാന. ഖാന എന്താണ്? കഴിക്കുക. പീന കുടിക്കുക. മൗജുഡാന ആനന്ദിക്കുക. അപ്പോൾ കഴിക്കാനും കുടിക്കാനും ആനന്ദിക്കാനും. ഐസി മേരി ചാഹ്നഹി, എനിക്ക് ആഗ്രഹമില്ല. പർ ഉപകാർ സദൈവ് കരൂം പർ, എന്താണ്? എനിക്ക് എല്ലായ്പ്പോഴും ഉപകാരം ചെയ്യണം. അപ്പനീ കുച്ച് പർവാഹ് നഹി, എൻ്റേതായ ഒന്നും തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? സാരമാക്കുന്നില്ല. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ അങ്ങ് ആദ്യം എഴുതുക, അല്ലെങ്കിൽ ടൈം കിട്ടില്ല. അല്ലെങ്കിൽ നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ ആദ്യം ആൻസർ കണ്ടെത്തിയിട്ട് എഴുതുക, ഇല്ലെങ്കിൽ നേരെ എഴുതിയിട്ട് നമ്പർ ഇട്ടാലും മതി. ഇപ്പോൾ ഇവിടുത്തെ ക്ലൂ എന്ന് പറഞ്ഞത്, ഇവിടെ ഷിക്കാരി എന്നൊക്കെ, ഷിക്കാരി ചിടിയ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ കോളത്തിൽ ചിടിയ കാണും. അല്ലെങ്കിൽ നോക്കണം. ഇപ്പോൾ ഇതിൽ ചിടിയ ഷിക്കാരി വന്നുകൊണ്ട് ആ സെൻറ്റൻസ് വേറെ ആയിട്ടുള്ളത്. ഷിക്കാരിനെ ഇസ് ബച്ചോ കോ ഏക്ക് ചിടിയ ഖാനെ മേ ലേ ജാകർ ഉസെ ബേച്ച് ദിയ. ഈ വേട്ടക്കാരൻ ചെയ്തു ഈ കുഞ്ഞിനെ ഒരു കൂട്ടിലിട്ടിട്ട് വേട്ടക്കാരന് കൊടുത്തു, അല്ല മ്യൂസിയത്തിൽ ചെയ്തു കൊടുത്തു. നമുക്ക് ലാസ്റ്റ് നോക്കാം. ബച്ചെ,
बच्चे एक दूसरे को धक्का देकर बड़ी रोटियां पाने के लिए आगे बढ़े. അപ്പോൾ റൊട്ടി ബച്ച് എന്നൊക്കെയാണെങ്കിൽ ഇപ്പുറത്ത് എന്ത് കാണും? ധനി കാണും, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പേര് കാണും. കേവൽ एक छोटी लड़की एक और चुप खड़ी थी. थोड़ी देर बाद उसने जान पूछकर अपनी കുൽഹാടി ആണെങ്കിൽ ഇപ്പുറത്ത് എന്ത് കാണും? ലക്കഡ്ഹാര കാണും, അല്ലെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന കാണാം. അപ്പോൾ ഇവിടെ ഫിർ रोते रोते भगवान से प्रार्थना करने लगे. वे एक समय सरकारी काम के संबंध में कलकत्ता में रह गए. അപ്പോൾ ഇവിടെ കൽക്കത്ത ഉണ്ടെങ്കിൽ ബാലബോധി എന്ന ബംഗാളി എന്നൊക്കെ കാണും. അപ്പോൾ വേ ബാലബോധി വഗേരെ പുസ്തകോं की मदद से अभ्यास करने लगे. अंधे को लंगड़े का उपाय अच्छा लगा. അന്ധയാണെങ്കിൽ ഇപ്പോഴത്തെ എന്ത് കാണും? ഏകതയോ അല്ലെങ്കിൽ യുദ്ധമൊക്കെ കാണും. उसने लंगड़े को अपने कंधे पर चढ़ा लिया. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലൂ ആയിട്ട് വരുന്നത്. അടുത്ത് ഈ പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ടെസ്റ്റ് നോക്കി പഠിക്കുക. അടുത്ത് നേച്ച് കറക്റ്റ് ഓർഡർ എഴുതാനുള്ളതാണ്. ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് സെൻറ്റൻസ് ആക്കുക. രമേശ് അംഗ്രേസി പഠി രഹാ ഹെ. രമേശ് എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മേ ഹിന്ദി ലിഖ്തി ഹു. ഞാൻ ഹിന്ദി എഴുതിക്കൊണ്ടിരിക്കുന്നു. പിതാജി ഘർ വാപ്പസ് ആയെ. അച്ഛൻ തിരിച്ച് വീട്ടിൽ വന്നു. മേം ഹമേഷ സച്ച് ബോലുങ്ക. ഞാൻ എല്ലായ്പ്പോഴും സത്യം പറയും. ആപ് 1 രൂപയ ദീജിയെ. താങ്കൾ 1 രൂപ തന്നാലും. അപ്പോൾ അതാണ് ഒരു കറക്റ്റ് എഴുതാറ്. ഇനി ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ എഴുതുക. മിക്കവാറും ആദ്യത്തെ വരി തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തെ വരി രണ്ടാമത്തെ സെൻറ്റൻസ് കാണും, മൂന്നാമത്തെ വരിയിൽ മൂന്നാമത്തെ സെൻറ്റൻസ്, അങ്ങനെ കാണും. എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് സ്വയം ചെയ്യാം. അടുത്ത് യഹ് ലഡ്കാ ഹേ ഏ ലഡ്കേ ഹേ. യഹ് ചത്തിരി ഹേ ഏ ചത്തിരിയാ ഹേ. ലഡ്ക പാഠ് പഠിത്താ ഹേ. കുട്ടി പാഠം പഠിക്കുന്നു. ലഡ്കി പാഠ് പഠിത്തി ഹേ. സീത ഗീത് ഗാത്തി ഹേ. രാം ഗീത് ഗാത്താ ഹേ. അപ്പോൾ മുകളിലത്തെ സെൻറ്റൻസ് നോക്കി കറക്റ്റായിട്ട് എഴുതുക. ആപ് ടി വി ദേക്കിയേ തും ടി വി മത് ദേക്കോ. തും ഫൽ ഖാവോ ആ ഫൽ ഖായേ. എന്താണ് തും ഫൽ ഖാവോ? നിങ്ങൾ പഴം കഴിക്കുവിൻ. ആ ഫൽ ഖാവോ ഖായേ, താങ്കൾ പഴം കഴിച്ചാലും. യഹ് ലഡ്കാ ഹേ, ഇത് ആൺകുട്ടിയാണ്. അപ്പോൾ യഹ് എന്നുള്ള മാറി എന്തായി? എ ആയി. അപ്പോൾ ഏകവചനം ബഹുവചനമായി മാറി. എ ലഡ്കേ ഹൈ. ലഡ്കേ വന്നുകൊണ്ടാണ് ഹൈ വന്നത്. യഹ് ചത്തിരി ഹേ ഏ ചത്തിരിയാ ഹേ. ലഡ്ക പാഠ് പഠിത്താ ഹേ ലഡ്കി പാഠ് പഠിത്തി ഹേ. സീത ഗീത് ഗാത്തി ഹേ രാം ഗീത് ഗാത്താ ഹേ. ആപ് ടി വി ദേക്കിയേ, താങ്കൾ ടി വി നോക്കിയാലും. തും ടി വി മത്ത് ദേക്കോ, നിങ്ങൾ ടി വി കാണരുത്. തും ഫൽ ഖാവോ, നിങ്ങൾ പഴം കഴിക്കുവിൻ. ആ ഫൽ ഖായിയെ, താങ്കൾ പഴം കഴിച്ചാലും. സീത സ്കൂൾ ജാത്തി ഹേ, സീത സ്കൂളിൽ പോകുന്നു. സീത സ്കൂളിൽ ജായേഗി. ലഡ്ക ഗീത് ഗാത്താ ഹേ ലഡ്ക ഗീത് ഗായേഗി. അടുത്ത് ജയ നൃത്തം ചെയ്യുന്നു. ജയ നാച്ചിത്തി ഹേ. അവൻ പാഠം എഴുതുന്നു. വഹ് പാഠ് ലിഖ്താ ഹേ. നീ കള്ളം പറയരുത്. തു ചൂട്ട് മത് ബോൾ. രമേശ് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. രമേശ് അംഗ്രേസി പഠ് രഹാ ഹേ. അവൻ വരുന്നുണ്ടാകും. വഹ് ആത്താ ഹോഗ. ലാസ്റ്റത്തെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിന് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതെവിടെ ആൻസർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബുക്കിലോട്ട് എഴുതി എന്ത് ചെയ്യുക? വായിച്ച് പഠിക്കുകയും വേണം, നന്നായിട്ട് എഴുതിയും പഠിക്കണം. ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നന്നായിട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ 86 അല്ല 61 പ്രിൻറ്റിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ആൻസർ എല്ലാം നേരത്തെ വായിച്ചു പോയി, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല. അപ്പം ഇത് രീതിയിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ലാസ്റ്റത്തത് ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ. അപ്പോൾ 2024-ൻ്റെയും 2026-ൻ്റെയും ക്വസ്റ്റ്യൻ്റെ വീഡിയോ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളും ലഭ്യമാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.